ശ്രീ അഡ്വക്കേറ്റ് നോബൽ മാത്യു BJP നേതാവിലേക്ക്. ശ്രീ നോബൽ മാത്യു, ഇത്തരത്തിൽ നിരുത്തരവാദിത്തത്തിൻ്റെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ശരിയാണോ? അത് ഉണ്ടാക്കുന്ന ആഘാതം എന്തുമാത്രം വലുതാണ്? അതിൻ്റെ പിന്നാലെ നേതാക്കന്മാർ കൂടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് പല ഇടങ്ങളിലും ചർച്ചയായി വരുന്നത്. മാത്രമല്ല, ഈ വാർത്ത നൽകിയ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത് വളരെ നന്നായി. അതിനു മുമ്പ് പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ പറയാൻ സാധിക്കും. 403 പേര് മരിച്ചിടത്ത് കേന്ദ്രം എന്ത് തന്നു എന്നുള്ള കാര്യം വിശകലനം ചെയ്യണം എന്നൊക്കെയാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇപ്പം മാധ്യമങ്ങൾ ഇങ്ങനെ വ്യാജ വാർത്ത സൃഷ്ടിച്ചു എന്ന് വരിക. മാധ്യമങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രചരിക്കുന്നത് വസ്തുതാവിരുദ്ധ വാർത്തകൾ എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, കണക്കുകൾ മാധ്യമങ്ങൾ ചെയ്തെങ്കിൽ ആ മാധ്യമങ്ങൾ കേരളത്തിലുള്ള മാധ്യമങ്ങളല്ലേ, ആ മാധ്യമങ്ങൾക്കെതിരെ ഡിഫമേഷൻ കേസ് എടുക്കത്തില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? ആ മാധ്യമങ്ങൾക്കെതിരെ നടപടി എടുക്കത്തില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? അപ്പൊ അത് തന്നെ ഇതൊരു കോൺഗ്രസുമായിട്ടൊക്കെ കൂടി ചേർന്നുള്ള ഒരു കളിയാ. അവസാനം മാധ്യമങ്ങൾ ചെയ്യുന്നതാണെന്ന്. അപ്പൊ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എത്രയോ പേർക്കെതിരെ കേസെടുക്കുന്നു. തെറ്റായ വാർത്ത, ഡിഫമേഷൻ കേസ് എടുക്കേണ്ടത് സർക്കാരാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷേ അത് ഉയർത്തുന്ന ധാർമ്മിക പ്രശ്നമുണ്ടല്ലോ നോബൽ മാത്യു, അത് ഉയർത്തുന്ന ധാർമ്മിക പ്രശ്നമുണ്ടല്ലോ. അതായത് ധാർമ്മിക പ്രശ്നത്തിനപ്പുറം രാഷ്ട്രീയമായ പ്രശ്നമുണ്ട്. അതിന് നിയമപരമായ പ്രശ്നമുണ്ട്. ആ നിയമപരമായ പ്രശ്നങ്ങൾ അതായത് നോബൽ മാത്യു ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതായത് ചെകിട്ടത്തടി കൊണ്ടവൻ പരാതി നൽകാത്തതെന്ത്, അടിച്ചവന് കുറ്റമില്ല എന്ന അപനിർമ്മിതിയാണ് താങ്കൾ ഉയർത്തുന്നത്. പറഞ്ഞോളൂ. അല്ലല്ല, രണ്ടാമത്തെ കാര്യം, 75,000 രൂപ ഒരു ഡെഡ് ബോഡി കുഴിച്ചിടാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് അത് നിങ്ങളുടെ കണക്കിലില്ലേ? നിങ്ങള് അവിടെ കേരള ഹൈക്കോടതി കൊടുത്ത കണക്കിൽ അതില്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അതില്ലെങ്കിൽ കേന്ദ്രത്തിന് കൊടുത്തത് ആവർത്തിച്ച് വീണ്ടും താങ്കൾ ജീർണതയിലേക്ക് പോവുകയാണ്. വീണ്ടും താങ്കൾ അതായത് തെറ്റായ വാർത്ത നൽകുകയും അത് പ്രചരിപ്പിച്ചവർ പോലും മാപ്പ് പറയുകയും ചെയ്തിടത്ത് താങ്കൾ വീണ്ടും അതിലേക്ക് പോവുകയാണ്. അതായത് ചെയ്തത് തെറ്റാണ് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ട് താങ്കൾ വീണ്ടും അതിലേക്ക് പോവുകയാണ്. അത് എസ്റ്റിമേറ്റ് ആണ്, അത് പ്രതീക്ഷിത കണക്കാണ്. അല്ല, ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് പറയാനാണെങ്കിൽ പറയണ്ട. ആദ്യമേ എനിക്ക് തന്നു, എന്റെ ഇടയ്ക്ക് പറയാണ്. വയനാട് ദുരന്തം വരെ എത്ര രൂപ കേന്ദ്ര സർക്കാർ നൽകി? കണക്ക് നിങ്ങൾ പറയൂ. ആ ദുരന്തത്തിൽ എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കിട്ടിയ തുക വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടല്ലേ ലോകായുക്ത നിങ്ങൾക്കെതിരെ വിധി പറഞ്ഞത്? ആ ലോകായുക്തയുടെ പല്ലും നഖവും നിങ്ങൾ മുറിച്ചില്ലേ? അപ്പൊ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേറെ ഇവിടെ വോളണ്ടിയർമാർ വന്നു. വോളണ്ടിയർമാർക്ക് ഇത്ര തുക എന്ന് പറഞ്ഞാൽ, വോളണ്ടിയർമാർ രാഷ്ട്രീയ പ്രവർത്തകരാകാം, ഞങ്ങളുടെ സാംസ്കാരിക പ്രവർത്തകരാകാം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരാകാം. ഇവരാരാ കാശ് പഠിച്ചപ്പോ? നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ കാശ് പഠിച്ചോ? ഇല്ലെങ്കിൽ അതിന്റെ കണക്ക് ഞാൻ പറയാം. താങ്കൾ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള തെറ്റായ കണക്കുകൾ, ആ തെറ്റായ കണക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ അത് വരും. ആ മാധ്യമങ്ങൾ വരുമ്പോഴത്തേന് അതിനെതിരെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, ശരിയാണെങ്കിൽ, നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ആ ശരിക്ക് വേണ്ടി നിങ്ങൾ നിൽക്ക്. ആ ശരി സ്ഥാപിക്കാൻ വേണ്ടി നിൽക്ക്. ആ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റില്ല, സർക്കാർ ചെയ്തത് നല്ല കാര്യമാണ് എങ്കിൽ ആ ശരി സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ശരി.